ഹായ് ഫ്രണ്ട്സ്, എല്ലാവരുടെയും ഓണത്തിരക്കുകളൊക്കെ എവിടെ വരെയായി? ഇത്തവണ നമുക്ക് ഓണമില്ലാത്തതുകൊണ്ട് ഉത്രാട ദിവസം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഓണം പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത മനസ്സിനൊരു സന്തോഷമാണല്ലേ. എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. വീട്ടിൽ ഇതുപോലെ തിരുവോണ ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ച് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ പോവും. അതായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും നല്ല ഓർമ്മകൾ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കസിൻസ് ഒരുപാട് ഉണ്ടാവും. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കളിച്ചതും ആ കാര്യങ്ങളൊക്കെ ഒരുപാട് ഓർമ്മകളാണ് നമുക്ക്. ഇന്ന് രാവിലെ മുതൽ ഏട്ടനും മോളും ഇവിടെ ഓണപരിപാടികൾ നടക്കുന്നുണ്ട്, അവിടെയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മയും മോളും കൂടിയിട്ട് അച്ഛമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ, അമ്മയുടെ വീട്ടിലേക്ക്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇവളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു, നോക്കുന്ന സമയത്ത് ഞെട്ടങ്ങയായിരുന്നു കേട്ടോ. അത് മോൾ അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. പിന്നെ ഞാൻ വന്ന് വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ിലെ കഴിഞ്ഞിട്ട് പിന്നെ നാളേക്കുള്ള പച്ചക്കറികൾക്ക് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങി. എനിക്ക് പിറ്റേ ദിവസം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞാൻ തലേ ദിവസം എല്ലാ പ്രോഗ്രാമിനും നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ തലേ ദിവസം എല്ലാം കൂടിയിട്ട് വൃത്തിയാക്കി പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വയ്ക്കാറുണ്ട്. ചെറിയ രീതിയിലായിട്ട് നമ്മൾ സദ്യ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ മോൾക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കുക വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്കിങ്ങനെ സദ്യകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിനിടയിൽ ഞാൻ പോയിട്ട് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീലിക്കിലെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യണ ഞാൻ അറിയില്ല കേട്ടോ, അമ്മയാണ് ചെയ്യാറ്. നല്ല ചൊറിച്ചിലുണ്ടാവാറുണ്ട്. പിന്നെ ഉപ്പേരി കാബേജാണ് വെക്കുന്നത്. പിന്നെ ഓലനും സാമ്പാറിനുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ കായ മാറ്റി വയ്ക്കാൻ മറന്നു, എല്ലാം കൊണ്ട് അവിലേക്ക് റെഡിയാക്കി വെച്ചു. പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നാളെയുള്ള ഓണത്തിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബൈ.